ഹായ് ഓൾ. മാനുവൽ കാസ്നോവ നടത്തിയൊരു സ്റ്റഡിയാണ് സൈറ്റോ ആർക്കിടെക്ചർ ഓഫ് ദ ബ്രെയിൻ. ആ ഒരു സ്റ്റഡിയിൽ പറയുന്നത് നമ്മുടെ നോർമൽ ബ്രെയിനിലേക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും എപ്പോഴും വെൽ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിരിക്കും. പക്ഷേ ഒരു ഓട്ടിസം ബ്രെയിനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക്കൽ ആൻഡ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് കണക്ഷൻസ് എപ്പോഴും അവിടെ ഇൻബേർഡ് ആയിരിക്കും. അതിൻ്റെ മെയിൻ റീസൺസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൽസ് കണക്ഷൻസ് ഒരിക്കലും അവിടെ കറക്റ്റായിട്ടായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ റിസീവ് ചെയ്യുന്ന സെൻസറി ഇൻപുട്ടുകളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും ആൻഡ് അവർക്കത് ഡിഫിക്കൽട്ടായിട്ടായിരിക്കും പെർസീവ് ഉണ്ടാവും. എപ്പോഴും നമ്മളെങ്ങനെയായിരിക്കും സെൻസറി ഇൻപുട്ട് റിസീവ് ചെയ്യുക? നമുക്കൊരു മണം കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് മണക്കാൻ കഴിയാം, അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയാം. ഒരാൾ നമ്മളൊന്ന് ടച്ച് ചെയ്തു, നമുക്ക് ആ ടച്ച് കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിൽ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മുടെ കുട്ടികളിലേക്ക് വരുമ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു ബ്രെയിനിൽ ആ എല്ലാ ഇൻഫർമേഷൻസും ഡിഫറെൻ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അവർക്ക് ചില സമയത്ത് ടേസ്റ്റ് ആയിരിക്കും കേൾക്കാൻ കഴിയുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത് കാണുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം. എപ്പോഴും ഒരു നോർമൽ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യും പോലെ ആയിരിക്കില്ല ഒരു ഓട്ടിസ്റ്റിക് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മളത് കേൾക്കുമ്പം, അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണെന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് പോകാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുട്ടികളിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാറില്ലേ? ജസ്റ്റ് അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നമ്മളെല്ലാം ആലോചിച്ചൊന്ന് സ്റ്റോക്ക്ഡായിട്ട് നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ നോക്കാറുണ്ട്. പക്ഷേ നമ്മൾ അവർക്ക് ചുറ്റുമുള്ള നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളാണ് അവരുടെ ബ്രെയിനിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ റിസീവ് ചെയ്യുന്ന സെൻസറി ഇൻപുട്ടുകളെല്ലാം നമ്മൾ വെച്ചിട്ട്, ഒരു നോർമൽ ബ്രെയിൻ ഉള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഓട്ടിസ്റ്റിക് ബ്രെയിൻ ആ കുട്ടികൾക്ക് റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒരിക്കലും റിലയബിൾ ആയിരിക്കില്ല. അത് എപ്പോഴും അവർക്ക് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലേക്കാണ് അവരെ കൊണ്ട് എത്തിക്കുക.